നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിന്റെ ഗിയർ സെലക്ടർ കേബിള് അല്ലെങ്കിൽ സെലക്ടറിന്റെ ലിവർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കംപ്ലൈന്റ് വരാൻ സാധ്യത കൂടുതൽ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ രാജാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: രാകേഷ് ബ്രോ, ഗിയർ ഷിഫ്റ്റ് ലിവർ ഒടിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് മാറ്റുന്ന ഒരു വീഡിയോ ചെയ്യാമോ? വഴിയിൽ പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇടുമ്പോൾ ബോൾ പിന്നെ ഒരു ചെറിയ സാധനം ഫിക്സ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്, സർവീസ് സെന്ററിൽ നിന്നും പറഞ്ഞു. ഓക്കെ, ഏതാ വാഹനം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല, ഏതെങ്കിലും ആയിക്കോട്ടെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സെലക്ടർ ഷാഫ്റ്റ് ആണ് പൊട്ടിയിരിക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പൊ എല്ലാവരും. ഇപ്പൊ നമ്മുടെ ഗിയർ സെലക്ടർ കേബിള് ആണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം വരുന്നത്, കൂടുതലും വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നേരെ താഴെ ഗിയർ ബോക്സ് ഇരിക്കുന്ന വാഹനത്തിന്റെ ലിവർ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വാഹനത്തിലൊക്കെ കേബിളാണ്, പുതിയ മോഡൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും കേബിൾ ആയിരിക്കും വരുന്നത്, മിക്ക വാഹനങ്ങൾക്കും. ആ കേബിളാണ് ഇത് ഈ കാണുന്നത്. അതായത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് കേബിൾസ് ആണ്, ഇത് ഒന്ന് ഇത് രണ്ട്, ഈ രണ്ട് കേബിൾ, ഒന്ന് ന്യൂട്രലും പിന്നെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഫസ്റ്റ് സെക്കൻഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് അനക്കി കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഈ വാഹനം ഫസ്റ്റ് ഗിയറിലാണ് എൻഗേജ്ഡ്, ഇപ്പൊ ന്യൂട്രലാണ്. ഇതിപ്പോ ന്യൂട്രൽ പൊസിഷൻ ആണ് ഈ കാണുന്നത്, കണ്ടോ? ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലോട്ട് പുഷ് ചെയ്ത് ഫസ്റ്റ് ഇട്ടു, ന്യൂട്രൽ ആക്കി. ലെഫ്റ്റിലോട്ട് പുഷ് ചെയ്ത് സെക്കൻഡ് ഇട്ടു, ന്യൂട്രൽ ആക്കി. ഇത് തേർഡ്, ഫോർത്ത്, ഇനി റിവേഴ്സ് ഇട്ടു. ഓക്കെ, അപ്പം ഞാൻ ഇത്തരം ഗിയേഴ്സ് കാണിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഗിയർ ചേഞ്ച് ആകുന്നത്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ചേഞ്ച് ആകുന്നത്. അപ്പൊ അന്നേരം ഇവിടെ പൊട്ടിപ്പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കേബിള് പൊട്ടിപ്പോകും. ഈ കേബിൾ ഏതെങ്കിലും രീതി അത് പൊട്ടിപ്പോകുമെന്നല്ല ഞാൻ പറഞ്ഞ, പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതായത് പൊട്ടും എന്നൊരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല, പൊട്ടിപ്പോകാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും. ഇനി നമ്മുടെ വാഹനത്തിനകത്ത് ഗിയർ സെലക്ടർ വരുന്നത് പോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റിന്റെ ഇവിടുത്തെ ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിന്റെ തൊട്ട് താഴെ ഇതുപോലെ തന്നെ രണ്ട് കേബിൾസ് വരുന്നുണ്ട്. അതെ, ഈ നമ്മൾ നേരത്തെ കണ്ട ഒരു കേബിളിന്റെ അറ്റമാണ് നമ്മൾ ഈ കാണുന്നത്, ഇവിടെ വരുന്നത്. മറ്റൊന്ന് ഈ സൈഡ് ഇവിടെ നോക്കിക്കോണം, ഇത് കണ്ടോ, ഇത് ഒരെണ്ണം. അപ്പം നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണം, കണ്ടോ? ഫസ്റ്റ് കണ്ടോ, അത് ബാക്കിലോട്ട് പോയത് കണ്ടോ, ഈ സൈഡ് ന്യൂട്രൽ, കണ്ടോ? ന്യൂട്രൽ പൊസിഷൻ എടുക്കുന്ന സമയത്ത് ഇത് കണ്ടോണം, കണ്ടോ? ഒരു കേബിൾ വലിയുന്നത്. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഈ കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കേബിൾ മാറേണ്ടി വരും. കേബിൾ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ വരുന്നതാണ്. ഇനി സെലക്ടർ അസംബ്ലി എന്താണ്? സെലക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് സെലക്ടറിന്റെ യൂണിറ്റ് ഫുള്ള് വരുന്നത് എന്താണെന്ന് ജസ്റ്റ് കാണിച്ചാൽ, അഴിച്ചു നോക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല താമസം എടുക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കേബിളിന്റെ കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയാണ് ഈ പറഞ്ഞ സെലക്ടർ അസംബ്ലി ഇരിക്കുന്നത്, ഇതാണ് സെലക്ടർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ 4 ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്ത് ഇത് പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫോർക്കുകളെ, അതായത് നമ്മുടെ ഗിയറിന്റെ ഫോർക്കുകളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് സെലക്ടർ വരുന്നത്. അതാണ് ശരിക്കും നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പുഷിങ് നടക്കുന്നത്. ഇതിനകത്ത് ശരിക്കും കൂടുതലും, അതായത് ഒരു 90% പ്രശ്നം വരാനുള്ള ചാൻസസ് സെലക്ടറിന്റെ ബുഷ് പോകാറുണ്ട്. അതായത് ഈ കേബിൾ വന്ന് കയറിയിരിക്കുന്ന ഒരു ബുഷിന്റെ പുറത്താണ് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബുഷ് പോയി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരാം. അങ്ങനെ ഊരിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുഷ് മാറ്റി ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇത് പൊട്ടിപ്പോയാൽ കേബിൾ അസംബ്ലി ഫുള്ള് മാറേണ്ടി വരും. അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു കാര്യം. കാരണം ഇവിടുന്ന് അഴിച്ചു അവിടുന്ന് അഴിച്ച് വിട്ടിട്ട് വേണം തിരിച്ച് ഇവിടുന്ന് പുതിയത് കയറ്റി വിടാൻ. അതാണ് കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ഷോറൂമുകാർ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ വാഹനം ഏതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതും കൂടെ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് കംപ്ലൈന്റ് ഞാൻ പറയാം. ഇനി ഇതല്ല, നിങ്ങളുടെ വാഹനത്തിൽ പഴയ മോഡൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഷിഫ്റ്റ് ലിവർ ആണ് വരുന്നത്. ആ ലിവർ അടിയൊക്കെ തട്ടുന്ന സമയത്ത് ചിലപ്പോൾ വളഞ്ഞു പോകാനോ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അന്നേരം ആ ലിവർ മാത്രം മാറിയാൽ മതി. അത് മാറാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിൾ ആണ്, വാഹനത്തിന് അടി കയറി മാറാൻ സാധിക്കുന്നതാണ്. ഇനി സെലക്ടർ ഷാഫ്റ്റ് ആണ് പോയിരിക്കുന്നതെങ്കിൽ അതും ഈ പറയുന്ന പോലെ ലിഫ്റ്റ് കയറ്റിയാലേ മാറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.